25-ാമത്തെ വാക്യത്തിൽ ഭർത്താക്കന്മാരോട് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുക. പെട്ടെന്ന് വായിച്ചു. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പി. ഭർത്താവ് ഭാര്യയെ സംരക്ഷിക്കണം, പോറ്റി പുലർത്തണം, സ്നേഹിക്കണം. ബലഹീന പാത്രമാണ്, അതുകൊണ്ട് ബഹുമാനം കൊടുക്കണമെന്ന പത്രോസും സൂചിപ്പിച്ചിരിക്കുന്നത്. ബലഹീന പാത്രമാണ്, അപാകതകളും ന്യൂനതകളും പോരായ്മകളും ഒക്കെ കാണും. അത് മനസ്സിലാക്കി വളരെ സ്നേഹിച്ച് കരുതി സംരക്ഷിക്കണം. സ്വയരക്ഷ നോക്കുന്ന ഒരു ഭർത്താവായിരിക്കരുത്, അവരെ സംരക്ഷിക്കണം. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവം കഴിഞ്ഞാൽ നമ്മളെ വിശ്വസിച്ച് അവരിറങ്ങിയിരിക്കുന്നത്. ദൈവം കഴിഞ്ഞാൽ ആ കൈ തന്നപ്പോളേ, അപ്പോൾ ചിലപ്പോൾ അപാകത കാണും, ന്യൂനത കാണും, പോരായ്മ കാണും, ഒക്കെ ഒത്തിരി കാണും. പക്ഷെ അത് ക്ഷമിക്കണം, അത് കരുതി. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നമ്മുടെ യാതൊരു ക്വാളിറ്റി നോക്കിയല്ല സ്നേഹിച്ചത്, ഒരു യോഗ്യതമില്ലാതിരുന്നപ്പോഴാണ് അവിടുന്ന് നമ്മെ സ്നേഹിച്ചു. ഇനി മറുവശം പറയാം, ഈ കുടുംബജീവിതത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം. രണ്ട് കുടുംബത്തിൽ രണ്ട് പശ്ചാത്തലത്തിലൊക്കെ ജീവിക്കുന്നവരെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. എവിടെ ഇല്ലാത്ത? ഞാൻ മിക്കപ്പോഴും പറയും, വിവാഹ ശുശ്രൂഷയിലൊക്കെ പറയും, ചില ഉപദേശമാരും അച്ഛന്മാരും ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 40 കൊല്ലമായി എൻ്റെ ഭാര്യ അന്നമ്മ ഇവിടെ വന്നിട്ടുണ്ട്, ഞങ്ങൾ തമ്മിൽ ഇന്ന് വരെ ഒരഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ലെന്ന്. നുണയാ. അവന് കൊച്ചുണ്ണിയുടെ ചേട്ടനാ. ഏത് കൊച്ചുണ്ണിയാന്ന് നിങ്ങൾക്കറിയാം, മനസ്സിലായോ? വെറുതെ പറയുന്ന ഈ നുണ പറയുന്നതിനും ഒരു അതിരില്ലേ? എന്നേക്കാൾ പ്രായമുള്ള പക്വത വന്നവരാ എന്നെ കേൾക്കും. നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. എവിടെ ഇല്ലാത്തവരൊന്ന് കൈപൊക്കിക്കേ. ഇല്ല, മറ്റേ പുള്ളിയുടെ ആൾക്കാർ വല്ലവരും ഉണ്ടോ എന്ന്. ആരുമില്ല. എനിക്കറിയാം ഇല്ലെന്ന്. അതല്ലേ ധൈര്യത്തോടെ പറഞ്ഞ കൈപൊക്കാൻ. കൈപൊക്കുകയായിരുന്നെങ്കിൽ മാപ്പിളയും പെമ്പളയും ഞാനിപ്പോൾ സ്റ്റേജൊക്കെ കയറ്റിയാണ്. കേട്ടുന്നത് വേറൊന്നിനും അല്ല, ഒരു പാരിതോഷികം തരാനാണ്. എല്ലാവരുടെ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസവും ആശയപ്പശകൊക്കെ വരാം. ഇല്ലാത്തത് എവിടാ? എല്ലായിടത്തും ഉണ്ട്. പക്ഷെ അതെല്ലാം ആമേ പരിഹരിച്ചോണം. അതെല്ലാം പെട്ടെന്ന് വചന ശുശ്രൂഷയാലും പ്രാർത്ഥനയാലും ആമ തിരുവചനത്തിന്റെ ഉപദേശത്താലും എല്ലാം ക്രമീകരിക്കണം. അതാണ് ഈ പുസ്തകം പഠിപ്പിക്കുന്നത്. ആട്ടെ, അപ്പൊ കുടുംബജീവിതത്തിന്റെ ഭദ്രതയാണ് ആ താഴോട്ടുള്ള വേദഭാഗത്തിലെല്ലാം പൗലോസ് ഓർപ്പിക്കുന്നത്. ഇനി അടുത്തത് മക്കളെ വിളിച്ച് ഉപദേശം കൊടുക്കുകയാണ്. അത് 6-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം. മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പി. മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പി. അത് ന്യായമല്ലോ. അടുത്തത് നിനക്ക് നന്മയുണ്ടാകുവാനും ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാൻ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. മാതാപിതാക്കളെ ബഹുമാനിക്കണം. ഞാൻ അല്പം കൂടെ കടത്തി പറയാം, പ്രായമുള്ളവരെ ബഹുമാനിക്കണം. ഇപ്പൊ അതൊന്നും പിള്ളേരെ പഠിപ്പിക്കുന്നില്ല. പ്രായമുള്ള ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ അവരെ ബഹുമാനിക്കണം. പ്രായമുള്ള അപ്പച്ചൻ അമ്മച്ചി വീട്ടിലുണ്ട്, അവരെ ബഹുമാനിക്കണ്ടേ? മൂത്തവരെ വരുമ്പോ എഴുന്നേക്കണ്ടേ? ഇതൊക്കെ പിള്ളേരെ പഠിപ്പിക്കണം. മൂത്ത ആൾക്കാർ വരുമ്പോ എഴുന്നേക്കണം, അവരെ ശുശ്രൂഷിക്കണം, അവരെ ബഹുമാനിക്കണം. വിശേഷിച്ച് മാതാപിതാക്കളെ ബഹുമാനിക്കണം. നിന്റെ അപ്പനെയും അമ്മയും നിന്ദിക്കരുത്. അപ്പനും അമ്മയും പ്രായമാകുമ്പോൾ അവര് നിന്ദിക്കുകയും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യരുത്. മാതാപിതാക്കളെ ശുശ്രൂഷിക്കണം. അവരെ അനാഥശാലയെ വിടരുത്, അഗതി മന്ദിരത്തിലാക്കരുത്. മനസ്സിലായോ? ഇപ്പൊ പെന്തിക്കോസുകാരും എല്ലാം അങ്ങനെ വിടുന്നുണ്ട്. അപ്പനെയും അമ്മയും ശുശ്രൂഷിക്കാൻ കഴിയത്തില്ല. ഈ പുസ്തകം പഠിപ്പിക്കുന്ന പ്രമാണം ഇങ്ങനെ, മാതാപിതാക്കൾക്ക് മക്കൾ പ്രത്യുപകാരം ചെയ്യണമെന്നാണ്. മനസ്സിലാകുന്നുണ്ടോ? പ്രായമുള്ള അപ്പനും അമ്മയും അവര് വാർദ്ധക്യ സഹജമായി ക്ഷീണം ഉണ്ടാകുമ്പോൾ മക്കൾ അവർക്ക് പ്രത്യുപകാരം ചെയ്യണം എന്ന് പറഞ്ഞാൽ, നിന്നെ ചെറുപ്പത്തിൽ എങ്ങനെ അവർ ശുശ്രൂഷിച്ചു അതുപോലെ നീ അവരെ ശുശ്രൂഷിക്കണം. നിന്നെ അവര് കുളിപ്പിച്ചതാ ഇല്ലേ? 1-2 വയസ്സുള്ളപ്പോൾ തന്നെ കുളിക്കാനുള്ള ആക്കവും പ്രായവും പക്വതയും വരാഞ്ഞ സമയത്ത് അമ്മ എന്ത് ജോലി തിരക്കാണെങ്കിലും നിന്നെ എന്നും കുളിപ്പിക്കും. അതുകൊണ്ട് പ്രായമുള്ള അപ്പനും അമ്മയും ക്ഷീണിതരായി കിടന്ന ആഴ്ചയിലൊന്നും മാസത്തിലൊന്നും ഹോം നേഴ്സ് വന്നല്ല കുളിപ്പിക്കേണ്ടത്, നീ തന്നെ കുളിപ്പിക്കണം. ഇപ്പൊ പിന്നെ കുളിപ്പീരൊന്നും ഇല്ല, കുന്തമെല്ലാം കൂടെ കൊണ്ട് കെട്ടി അത് മാറ്റുക, കുടഞ്ഞിടുക, പൗഡറെല്ലാം അവിടെ കിടക്കുക. അതല്ല എവിടെയാണ് കിടക്കുന്നത്? സ്തോത്രം. പ്രത്യുപകാരം ചെയ്യണമെന്നാണ് ഈ പുസ്തകം പഠിപ്പിക്കുന്നത്. ഇവിടെ കൂടപ്പെട്ട് എല്ലാവരോടും അത് തന്നെ പറയാനുള്ളത്. മാതാപിതാക്കളെ ശുശ്രൂഷിക്കണം, ബഹുമാനിക്കണം. പ്രായമുള്ള അമ്മ അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാത്തൊക്കെ ഒത്തിരി ഉണ്ട്. ഈ ഏരിയയിലും ഉണ്ട്, പാമ്പാടിലായിരിക്കും കൂടുതലും. സ്തോത്രം.
അപ്പനെ അമ്മയെ അന്വേഷിക്കാതെ നീ പ്രാർത്ഥിച്ചാലൊന്നും ദൈവം കേൾക്കുകയില്ല, വെറുതെ കിടന്ന് അലമ്പുണ്ടാക്കാന്നല്ലാതെ യാതൊരു ഗുണവും വരികയില്ലെന്നായി പറഞ്ഞത്. മാതാപിതാക്കളെ ബഹുമാനിക്കണം, അവരെ ശുശ്രൂഷിക്കണം, ആദരിക്കണം, ദൈവത്തിന് മഹത്വം. എന്തുവാ രണ്ടുപേരോട് പറഞ്ഞേ? അന്വേഷിക്കാതില്ലെന്നാന്നോ അന്വേഷിക്കുമെന്നാന്നോ? രണ്ടുപേരാണ്ട് പറഞ്ഞേ. എന്നാ പറഞ്ഞേ? ഞാൻ നോക്കുന്നില്ല, നീ നോക്കണ്ടടി എന്നാന്നോ? എന്തുവാ നിങ്ങൾ പറഞ്ഞേ? രണ്ടുപേരും ഒത്തോണ്ടാ. മാതാപിതാക്കളെ ബഹുമാനിക്കണം, അവരെ ശുശ്രൂഷിക്കണം. അവരുടെ കണ്ണുനീര് നമ്മുടെ വീട്ടിൽ വീണാൽ, ഏതാ ന്യായമായുള്ള കണ്ണുനീര് വീണാൽ ആയുസ് രക്ഷപ്പെടുകയല്ല. ആ ശാപം ഇങ്ങനെ കിടക്കും. അത് തങ്കൂനെയും താരൂനെയും ഒന്നും കൊണ്ടുവന്നാൽ പോവുകയില്ല. അവരെ നമുക്ക് വിളിക്കാൻ ശാപമല്ല. അവരിലെ ഇതിൻ്റെ എല്ലാം shut the door. Your antics make me bored, cause I just came around to say hello. Say hello. I just came around to say hello. One-on-one, I'm so fly. You took a nosedive. Careful when you play on my level, for you it's so. Motorola Razr 50. Flip the script. Hello, Moto. ആള് സ്ട്രെയിറ്റാ. അവന്റെ പ്രായത്തിൽ നമ്മൾ തന്നെ മോശമായിരുന്നു. 12 കൊള്ളിട്ടാലും ബെറ്റർ ആവത്തേനോ. ഇന്ന് ചേപ്പനന്തോട്ട കേസ് പറഞ്ഞൂടെ? സാറേ, എത്ര നാളായി സർവീസില്? സർ ഓൾമോസ്റ്റ് 1.5 വർഷം. അതിനിടയ്ക്ക് എത്ര ട്രാൻസ്ഫർ? ഇത് 5ാമത്തേന് സർ. നമ്മൾ കണ്ടറിഞ്ഞങ്ങ് നിന്നാ മതി സാറേ. ലേശം മുൻകോപം ഉണ്ടെന്നേ ഉള്ളൂ. കൊലപാതക ശ്രമമാട്ടോ സാറേ. എന്റെ കൈപ്പാങ്ങനെ കിട്ടിയാൽ ഞാൻ തീർക്കും സാർ. സാറേ, അവനെ കാർത്തിക് സാർ പറഞ്ഞു വിട്ടു. പഠിച്ച കള്ളന്മാരാ സാറേ. സർ, ചോദിച്ചാൽ എനിക്ക് പറയേണ്ടി വരും. പറയരുത് സാർ. ആ കേസ് മാനിപ്പുലേറ്റഡ് ആണ്. അതിന് കേസിന്റെ ഗ്രാവിറ്റി അറിയാത്ത ഇഡിയറ്റ്. സർ, കുറച്ചും കൂടെ മര്യാദയ്ക്ക് സംസാരിക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യടാ? നീ എന്ത് ചെയ്യടാ? രണ്ടു ഒരേ ഇനവാ ക്രിമിനൽസ്. പറ്റിപ്പോയതാ സാറേ, എനിക്കൊരു ജീവിതമില്ല സാർ. പോലീസിന് ഇനി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകണമെങ്കിൽ ഇവിടുന്ന് ബ്ലഡ് സെയിനോ ഫിംഗർ പ്രിന്റോ എന്തെങ്കിലും ഒന്ന് കിട്ടണം. ഫോറൻസിക്കാർ കൈമലർത്തിയില്ല. അഭ്യൂഹങ്ങളല്ലോ ജോഷി, എന്തിനും കൃത്യമായൊരു തീർപ്പുണ്ട്. പോലീസ് ആഭ്യന്തര വകുപ്പിന്റെ കീഴില. അതിലിനി ക്രിമിനൽസ് വേണ്ട. നീ നിന്റെ ആംഗിൾ ഉണ്ടാക്ക, ഞാൻ എന്റെ വഴി കണ്ടുപിടിച്ചോളാം. 10-15 വർഷമായില്ലേ യൂണിഫോം ഇടാൻ തുടങ്ങി. ഇട്ടിച്ച് ഞാൻ പിഴിയും കഴിവറി. ഒന്ന് വണ്ടി കയറും. ഞാനാണ് ഈ സ്റ്റേഷനിൽ SHO. ഇപ്പൊ ഇവിടത്തെ SHO ഞാൻ. ഞങ്ങൾ ഇരട്ടവറ്റെന്ന് തോന്നുന്നു. ഞാരെ വിളിച്ചാൽ ഇത് മാറുകയില്ല. ഇരുമ്പലൊക്കെ വിഴുങ്ങിച്ച് ചുക്ക് കഷായം കുടിച്ചാലൊന്നും കുഞ്ഞമ്മേ ഇതൊന്നും മാറുകയില്ല. എവിടെ കിടന്നിങ്ങനെ അറകല്ല തുള്ളും പല തുള്ളാന്നല്ലാതെ കണ്ണുമെല്ലാം മറഞ്ഞ് നീക്കുമൊക്കെ ഉണ്ടാകുകയില്ല. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാൻ നിന്റെ അപ്പനെ അമ്മയെ ബഹുമാനിക്കണം. മാതാപിതാക്കളെ ബഹുമാനിക്കണം, പ്രത്യുപകാരം ചെയ്യണം. അത് ദീർഘമാക്കുന്നതിന്റെ വേറെ വിഷയത്തിൽ വരേണ്ടത് കൊണ്ട് ഇനി അടുത്തത് മക്കളെ വിളിച്ച് ഉപദേശം തരുന്നുണ്ട്. മാതാപിതാക്കളെ 4-ാം വാക്യം വായിച്ച പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ. പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുക. ഇനി മാതാപിതാക്കളുടെ ഒരു സന്ദേശം പറയാം. 2-ഓ 3-ഓ ദൈവം തരുന്ന മക്കളാ, 4-ഓ 5-ഓ ദൈവം തരുന്നതാ. വേറുകൃത്യം കാണിക്കരുത്. മകളാന്നേലും മകനാന്നേലും ആരാന്നേലും വേറുകൃത്യം പാടില്ല. മക്കളെ ദൈവം തരുന്നതാ. തിരുവചനം പഠിപ്പിക്കുന്നത് മക്കൾ ഒഹോമാതിരുന്ന ഈ അവകാശം, ഉദരബലം, ദൈവം തരുന്ന പ്രതിഫലം, വീരന്റെ കയ്യിൽ ഈ അസ്ത്രം. അങ്ങനെ ആ യൗവനത്തിലെ മക്കൾ, ആ മക്കളോട് വേറുകൃത്യം പാടില്ല. ചില അപ്പനും അമ്മയുണ്ട് മക്കളോട് വേറുകൃത്യം. ഈ ഇളയ മോന്റെ കുറ്റം മൂത്ത മോന്റെ വീട്ടിൽ ചെന്ന് പറയും. അവിടുത്തെ കാര്യം അവിടെ ഒരാഴ്ച ചെന്ന് അവിടുത്തെ കുരുക്ക് നടുവത്തനോട് പറയും. ഇവിടെ എല്ലാം നിന്ന് ഓടിപ്പോയിച്ച് അവസാനം മോടെ വീട്ടിൽ ചെന്ന് പറയും, നീ വെള്ളമിറങ്ങി ചാകുകയല്ല തള്ളേ. ഈ നുണയും കൊതിയും കൊണ്ട് നീ നെടുക ഇങ്ങനെ അങ്ങ് നടക്കുക.
മനസ്സിലാകുന്ന ചമ്പക്കരയ്ക്ക് കയറി അവിടെ ഇറങ്ങി നുണ പറഞ്ഞു. ഇങ്ങോട്ട് മഹാരാജാവ് വന്നപ്പോൾ കയറി തിരിച്ചും വന്ന് നുണ പറഞ്ഞു. ശരിയല്ല. മക്കളെ ഒരുപോലെ കരുതിക്കോണം. ദൈവം തന്ന മക്കളാ, വേറുകൃത്യം പാടില്ല. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ നിങ്ങൾക്ക് ഗുണം വരാനുള്ള കാര്യമായി പറഞ്ഞു തരുന്നേ, വളരെ ലളിതമായിട്ട്. സാധാരണ പ്രസംഗിക്കുന്നത് പോലല്ല. ഇന്ന് ഇങ്ങനൊരു നടത്തിപ്പാ. ചില ഗുണദോഷം പറയാനായിട്ടാണ് വന്നത്. എന്നാന്ന് ചോദിച്ചാൽ, ഒന്നാമത് കോവിഡ് ഒക്കെയാ, ഇപ്പം വേറെ അസുഖങ്ങളൊക്കെ. അപ്പം ഇതിനിടെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള മാർഗമായി പറഞ്ഞു തരുന്നത്. മനസ്സിലായോ? വളരെ ലളിതമായിട്ടാണ് പറഞ്ഞു തരുന്നത്. നമ്മുടെ സാറാണോ ഇരിക്കുന്നത്? ഈ വെട്ടവടിക്കുന്നത് എനിക്ക് കൃത്യം കാണാൻ മേല. എന്നെ കണ്ടേച്ചേ പോകാവട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, മാതാപിതാക്കൾ മക്കളെ ഒരുപോലെ കരുതണം. വേറുകൃത്യം പാടില്ല. അങ്ങനെയുള്ളിടത്ത് ഒറ്റ വീട് രക്ഷപ്പെടുകയല്ല. ഇങ്ങനെ വേറുകൃത്യം വെച്ചാൽ അവസാനം അപ്പനെ അമ്മയെ അന്വേഷിക്കാൻ ആരും കാണുകയല്ല. സ്തോത്രം. പിന്നെ ഈ കണ്ടമാനം കാശുള്ളതും കുഴപ്പടിയാ. റബ്ബർ തോട്ടവും 1-2 വീടും ചുറ്റുപാടും കണ്ടമാനമായാലും കുഴപ്പമാണ്. അവസാനം പിന്നെ ആരും നിന്നെ ഏക്കാതെ വരും. അതുകൊണ്ട് ഞാനൊരു നല്ല ബുദ്ധി പറയാം. ഇഷ്ടമുണ്ടെ അംഗീകരിച്ചാൽ മതി. ഗുണം വരാനുള്ള വഴിയായി പറഞ്ഞു തരുന്നത്. ഒരു 10 സെന്റും വീടും പേരിൽ എഴുതി വെച്ചിട്ട് ബാക്കി വിൽക്കുകയോ എടുക്കുകയോ ചെയ്തേച്ച് അത്യാവശ്യം വല്ലതും കൃത്യമായിട്ട് പകത്ത് വെച്ച് കാലശേഷം എന്ന് എഴുതിയേക്കണം. അങ്ങനെ എഴുതാവുള്ളൂ, കാലശേഷം. അതിനിടയ്ക്ക് കൊച്ചുങ്ങൾ വേണമെന്ന് പറയും, ഇതിലോട്ടൊന്ന് ഒപ്പിട്ട് ഒരു ലോൺ എടുക്കാനാ. ജീവൻ പോയാൽ കൊടുക്കരുത്, നീ വെട്ടിനകത്ത് വീഴും. അതിന് നല്ല ബുദ്ധി പറഞ്ഞു തരിക. അപ്പോൾ ലോൺ വെക്കാൻ ഇങ്ങോട്ടൊന്ന് ഇപ്പം ലോൺ എടുക്കണ്ട, ഉള്ളത് കൊണ്ടൊക്കെ അങ്ങ് പോയാൽ മതി. ഞാൻ ചത്ത് കഴിയുമ്പം സൂക്ഷിക്കുകയും ചെയ്യണം. ഇവൻ കാപ്പിയോ ഇവിടെ മരുമകൾ കാപ്പി വന്നാലും സൂക്ഷിച്ചേ കുടിക്കാവുള്ളൂ. സ്തോത്രം പറഞ്ഞു കുടിക്കണം. വലിച്ചു കുടിച്ച് എങ്ങാനും പരുവക്കേടാകും. ഇല്ല, നമ്മുടെ കൂടത്തുകാരി എന്നാ അവിടെ പേര്? കൂടത്തായി. അറിയാം. അവള് ചെയ്തത് അറിയാമല്ലോ. കുറേശ്ശെ നാശോപ്പിച്ച് വെക്കരുത്. അപ്പം മക്കളെ ഒരുപോലെ കരുതണം. ഞാൻ എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് പല കാര്യവും പറയാറുണ്ട്. ഇപ്പോഴും ഞാൻ ഓർക്കുന്ന മിക്കടത്തും പ്രസംഗിച്ചിടത്ത് ഞാൻ പ്രസംഗിക്കാറുണ്ട്. ഒരിക്കലേ ഞങ്ങളുടെ വകയിൽപ്പെട്ട ഒരു ഉപ്പാപ്പൻ എനിക്കൊരു മുട്ടായി തന്നു. ഒരു മുടുത്ത മുട്ടായി. അതിൻ്റെ പേരെല്ലാം മറന്നുപോയി. വർഷങ്ങൾക്ക് മുമ്പാ, കുഞ്ഞിലെ ഒരു മുട്ടായി തന്നു. ഞാൻ ആ മുട്ടായി ആയിട്ട് വീട്ടിൽ വന്നപ്പം, വഴി വെച്ചാൽ തന്നത്, അതുമായിട്ട് വീട്ടിൽ വന്നപ്പം എൻ്റെ കയ്യിലൊരു അമ്മ ചോദിച്ചു, എന്ത് പാടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മുട്ടായിയാ, ഇനി കൊണ്ടുവരാൻ പറഞ്ഞു. എത്ര എണ്ണം ഉണ്ട്? ഒന്നേ ഉള്ളൂ, ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ ആ മുട്ടായി കൊണ്ട് അമ്മയുടെ കൈ കൊടുത്തു. അപ്പം ഞാനത് തുറന്നേച്ച് എനിക്ക് തരുവന്ന്. അമ്മയെ തുറന്നു നോക്കിയപ്പോൾ ഒരു മുട്ടായി. ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല. അകത്ത് പോയി എന്നോട് പറഞ്ഞൊരു പിച്ചാത്തി എടുത്തുകൊണ്ട് വരാം. പിച്ചാത്തി കൊണ്ടുവന്ന്, പഴയ വീടാണ്, എൻ്റെ അരപ്ലേസിൻ്റെ വാതിക്കലോട്ട് ഈ കടലാസി മുട്ടായി പോയി ചേച്ചി. ഞാൻ നോക്കി നിൽക്കുക. അമ്മ ഈ പിച്ചാത്തി ഇങ്ങനെ വെച്ചിട്ട് കൈ കൊണ്ട് 4 പൊളന്നു. ഒരു മുട്ടായി ഇങ്ങനെ നെടുകയും കുറുകയും ഓരോ അടിയടിച്ചപ്പോൾ ഇത് 4 പൊളന്ന് നിവർത്തിച്ചാൽ ഒരു കഷണം എനിക്ക് തന്നു. അപ്പോൾ ബാക്കി 3 കഷണം, ഞങ്ങൾ 4 മക്കളാണ്, മറ്റ് 3 കഷണം അവർക്കും കൊടുത്തു. ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല. മനസ്സിലായോ? ഞാൻ ആരെയും കുറ്റം പറയുകയല്ല. എന്നാൽ ചില അമ്മമാര്, ചിലര് എന്തുവാടാ കയ്യിരിക്കുന്നത്? മുട്ടായി. എത്ര എണ്ണം ഉണ്ട്? 1. പെട്ടെന്ന് കഴിക്കുക, അവൻ വരുന്നതിന് മുന്നേ കഴിക്കും. കുട്ടായി ആയിട്ട് നിൽക്കുക, കഴിക്കും. പിന്നെ അത് കടലാസ് കഴിക്കാൻ, അവൻ വരുന്നതിന് മുന്നേ കഴിക്കുക. കിട്ടായി എന്ന് പറഞ്ഞേക്ക്. ഉടനെ അത് എങ്ങനെയും ചവച്ച് പെട്ടെന്ന് കഴിക്കട്ടെ, ഉണങ്ങി നിൽക്കുക. അവനെ ഒരു നേരത്തെ കടിച്ചു പൊടിച്ച് ലാസ്റ്റ് വിഴുങ്ങിയപ്പം മറ്റവൻ കയറി വരുന്നു. ഈ പിള്ളേരല്ലേ, ഇവൻ വിഴുങ്ങിയവന്. ഉടനെ മറ്റവൻ ചോദിക്കും, എന്തുവാടാ? അലോക്യമായി. ചെറിയ വിഷയമെന്ന് തോന്നിയാൽ പ്രശ്നമായില്ലേ? അല്ലെ പിന്നെ അവന് മുട്ടായി മേടിച്ചു കൊടുക്കണം, അല്ലെ ഇവനെ ഇടിക്കും. അപ്പൊ അവൻ കയറി അവനെ ഇടിക്കും. അമ്മ ഇതിനിടയിൽ കയറും, തള്ളയുടെ മുതുകിനിട്ട് മൂത്തവനൊരു ഇടിക്കും. നിങ്ങൾ ഒറ്റ വരുത്തിയ ഉദാഹരണമാണ്. ഞാനിനി എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം, അതും പറയാം. ഈ ദൈവമക്കള് പലയിടങ്ങളിലൊക്കെ ശുശ്രൂഷയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്, പോകാറുണ്ട്. വിശേഷിച്ച് വെളിനാടുകളിലൊക്കെ പോകുമ്പം എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ചാൽ ഇപ്പോഴും
നിങ്ങൾ ചിലപ്പോൾ ഉൾക്കൊള്ളത്തില്ലെന്ന് എനിക്കറിയാം, നിങ്ങൾ പലരും ഉൾക്കൊള്ളുകയല്ലെന്ന് എനിക്ക് വിഷയമല്ല. ഞാൻ ഇപ്പോഴും എന്തെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും സാധനം മേടിച്ചാൽ അവർ 4 എണ്ണം മേടിക്കും. അമ്മ പഠിപ്പിച്ചതാ. ഉദാഹരണം, ബെഡ്ഷീറ്റ് മേടിക്കുകയാണ്, ഇപ്പോഴും ഞാൻ 4 എണ്ണം മേടിക്കും. ഉദാഹരണമായി പറഞ്ഞു, അമ്മ അന്ന് പഠിപ്പിച്ചതാ, ഇന്നും മറന്നിട്ടില്ല. അതുകൊണ്ട് ഒരു കാര്യം കൂടെ ഓപ്പണായിട്ട് പറയാം, ഞങ്ങള് സഹോദരങ്ങൾ 4 പേരുമായിട്ട് അങ്ങനെ വലിയ ആലോക്യവുമില്ല. ചിലത് സ്വന്തം സഹോദരങ്ങളും മിണ്ടാത്തവരുണ്ടല്ലോ. ചേട്ടൻ IPC, അനിയൻ അസംബ്ലീസ് കൂടി, നടുവത്തവൻ ചാരോൻ, ഏറ്റവും ഇളയവൻ എന്തുവാ ചർച്ചക്കോട്, തള്ള TPM-ലും 8-ാം മൈലിലും. ഒരു കുടുംബത്തിൽ നടക്കുന്ന കാര്യമാണ്. അനിയന്റെ വീട്ടിൽ പ്രാർത്ഥന, IPC-ക്കാരുടെ ഉണ്ട്. ചേട്ടൻ അവര് IPC, നമ്മൾ ചർച്ചക്കാടാ, ചർച്ചക്കാ. നിങ്ങൾക്ക് മര്യാദയ്ക്ക് ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയാൻ പറ്റും. അസംബ്ലിക്ക യോജിപ്പില്ലല്ലോ. എന്തിന് നീ പുസ്തകം എടുത്തോണ്ട് ഇങ്ങനെ പാമ്പാടി കൂടെ? നിങ്ങളിപ്പോൾ ചിന്തിക്കുക, ദൈവമേ ഇന്ന് വരണ്ട ഒരു കാര്യവും ഇല്ല. ഇന്നാ വരേണ്ടത്. ഞാൻ വളരെ ശാന്തമായി ലളിതമായി ഇച്ചിരി ഗുണദോഷങ്ങളാണ് പറഞ്ഞു തരുന്നത്. വേറുകൃത്യം പാടില്ല, ഒരുപോലെ കരുതണം, സ്നേഹിക്കണം. ഒരു ചെറിയ പ്രശ്നം വചനത്തിൽ നിന്ന് തന്നെ പറഞ്ഞു തരാം. അപ്പൻ എല്ലാവരേക്കാളും ഇഷ്ടപുത്രനായതുകൊണ്ട് നിലയങ്കം ഉണ്ടാക്കി കൊടുത്തു യോസേപ്പിന്. കൊടുത്തപ്പോ എല്ലാവർക്കും കൊടുക്കണ്ടേ? യോസേപ്പിന് മാത്രം ഒരു നിലയെങ്കിൽ കുടുംബത്തിൽ പ്രശ്നമായി. ഞാനതിന്റെ ഒരു വശമായി പറയാൻ, ഈ അപ്പൻ നിലയെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ കാര്യം അവിടെ ഇരിക്കുന്ന യോസേപ്പ് ദുശ്രുതി വന്ന് പറയുമെന്ന. അപ്പൻ എടുക്ക വന്ന് അപ്പന്റെ ഭാര്യമാരാകുന്ന ലേയായി, റാഖേലിന്റെയും ദാസിമാരാകുന്ന ബിൽഗയുടെയും ശില്പയുടെയും മക്കളോട് കൂടെ ഇരുന്ന് അവരെ കുറിച്ചുള്ള ദുശ്രുതി യോസേപ്പ് വന്ന് അപ്പനോട് പറയും എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ന്യൂസ് കൊടുക്കും. അങ്ങനെ നമ്മുടെ ഇടയിലും ആൾക്കാരുണ്ട്. സെൻട്രൽ പാസ്റ്ററോട് ഇടയ്ക്കിടയ്ക്ക് ന്യൂസ് കൊടുക്കുന്ന സെൻട്രലിലെ തന്നെ വേറെ പാസ്റ്റർമാരുണ്ട്. സെൻട്രൽ പാസ്റ്ററുടെ വീതി ഓവർസിയറിലൊക്കെ ചെന്ന് ന്യൂസ് കൊടുക്കും ഇടയ്ക്കിടയ്ക്ക്. കൂട്ടുവിശ്വാസിയുടെ, വേലക്കാരുടെ, പ്രസിഡന്റിനോട്. ലോക്കൽ സഭയിലാണെങ്കിൽ പാസ്റ്ററോടും അമ്മാമിയോടും ചെന്ന് ഇടയ്ക്കിടയ്ക്ക് മറ്റ് വിശ്വാസികളുടെ പാടില്ല, പ്രശ്നമുണ്ടാകും. പാസ്റ്റർമാരത് കേൾക്കുകയും ചെയ്യരുത്. ഞാൻ ഒരു ചെറിയ കൂട്ടായ്മ തിരുവല്ലാനുണ്ട്. ഞാൻ കൂടെ ഞങ്ങളുടെ എൻ്റെ അടുക്ക് ഒരെണ്ണത്തിന്റെ കാര്യം വന്ന് പറഞ്ഞേക്കരുത്. അതിന് ഞാൻ ശരിയാക്കും. വചനം ശുശ്രൂഷിക്കുമ്പോൾ ദൈവാത്മാവ് തരുന്ന നടത്തിപ്പിൽ ശുശ്രൂഷിക്കും. ഇത് കേൾക്കരുത്. ഇനി അഥവാ ചില സന്ദർഭങ്ങളിൽ കേൾക്കേണ്ടി വരും, അതനുസരിച്ച് ഇടപെടരുത്. 2 ഭാഗവും കേൾക്കണം. ആട്ടെ, അപ്പൻ ഇഷ്ടപുത്രനായതുകൊണ്ടും രാഹേലിൽ കൂടി ജനിച്ച കുട്ടിയായതുകൊണ്ടും ഒരു നിലയെങ്കിൽ കൊണ്ട് കൊടുത്ത് അന്ന് മുതൽ കുടുംബത്തിൽ പ്രശ്നമാണ്. വേറുകൃത്യം പാടില്ല. അതുകൊണ്ട് മാതാപിതാക്കളോട് ഒരിക്കൽ കൂടി ഒരു സന്ദേശം പറയാം. അവൻ ദൈവം നിനക്ക് തന്ന കളറുള്ളത് കാണും, കളറില്ലാത്ത കൊച്ചു കാണും, കഴിവുള്ള കൊച്ചു കാണും, കഴിവില്ലാത്ത കൊച്ചു കാണും, കാശുള്ളവൻ കാണും, കാശില്ലാത്തവൻ കാണും. വേറുകൃത്യം പാടില്ല. ദൈവം തന്ന തലമുറ ഒരുപോലെ കരുതിക്കോണം. അതാണ് പിതാക്കന്മാർക്ക്, മാതാപിതാക്കൾക്കുള്ള സന്ദേശം. ഇനി 5-ാം വാക്യം വായിച്ചിട്ട് ദാസന്മാരോട്, ദാസന്മാരെ ജഡപ്രകാരം യജമാനന്മാരായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ. ഒരു ദാസൻ എങ്ങനെ യജമാനനോട് ഇടപെടണം? യജമാനന് ദാസനും ഒരു സഭയിലെ മെമ്പറാ, പക്ഷെ യജമാനനെ ബുദ്ധിമുട്ടിക്കരുത്. നിന്റെ സഭയിലെ വിശ്വാസിയാ, ഒരു കൂട്ടായ്മയിലാന്നോർത്ത് ചെയ്യുന്ന ജോലിയുടെ പ്രതിഫലം വാങ്ങണം. അത്രയും പറഞ്ഞ ഭാഗം വിടുക. ഇനി യജമാനന്മാരോടും പറയുക, നിങ്ങൾക്കും അവർക്കും ഒരു യജമാനൻ സ്വർഗത്തിലുണ്ട്. വളരെ കരുണയോടെ ഇടപെടണം. വീട്ടിൽ ജോലിക്ക് വരുന്നവരോട് മാനം മര്യാദയ്ക്ക് ഇടപെടണം. ചില വലിയ വീടുകളിലൊക്കെ ജോലിക്ക് ചില സഹോദരന്മാർ വന്നു കഴിഞ്ഞാൽ, ചില എല്ലാവരും അല്ല കേട്ടോ, ചില വീടുകളിൽ ജോലിക്ക് ഒരാളെ കിട്ടിയാൽ പിന്നെ വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുകയില്ല. അതുവരെയും വാഷിംഗ് മെഷീൻ ഒരു കുഴപ്പം, തറ തുടയ്ക്കാൻ തങ്ക വന്നു, അന്ന് വാഷിംഗ് മെഷീനും ഒന്നും ശരിയല്ല. ഉള്ള കൂറ തുണിയെല്ലാം എടുത്തു കൊടുക്കും എവള് കഴുകാൻ. ശരിയല്ല.
വീട്ടിൽ ജോലിക്ക് വരുന്നവരോട് മാനം മര്യാദയ്ക്ക് ഇടപെടണം. ഞാൻ മിക്കടുത്ത് പ്രസംഗിക്കുമ്പോൾ പറയും, വീട്ടിൽ ജോലിക്ക് വരുന്ന പ്രായമുള്ള അമ്മ അല്ലേ പിതാവ്, അവരെ പിള്ളേരെ കൊണ്ട് പേര് വിളിപ്പിക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? ആരോട് പറയാന്? നിങ്ങൾക്ക് വേണേ സമപ്രായമാന്റെ പേര് വിളിക്കുക, അറിയാമല്ലോ. പക്ഷെ പിള്ളേരെ മര്യാദ പഠിപ്പിക്കണം, പ്രായമുള്ളവരെ ബഹുമാനിക്കാൻ ആദരിക്കാൻ ഒക്കെ പഠിപ്പിക്കണം. ചില പിള്ളേരെ അങ്ങനല്ല, ഇടടാ ആരെയാ വിളിച്ച്, അപ്പച്ചാന്ന് വിളിയടാ, പറഞ്ഞു കൊടുക്കണം. അമ്മച്ചീന്ന് വിളിയടാ, പറയണ്ടേ? നിങ്ങൾ അതിന്റെ ബാക്കിയാന്നാ തോന്നുന്നത്. ബഹുമാനിക്കാൻ പഠിപ്പിക്കണം. സ്തോത്രം. നിങ്ങൾക്കും അവർക്കും ഒരു യജമാനൻ സ്വർഗത്തിലുണ്ട്. മക്കളെ, നിങ്ങളിത് കേൾക്കുന്നുണ്ടോ? എന്തുവാ ഞാനിവിടെ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? അത് നിങ്ങൾ വേറെ ഏതാണ്ടൊക്കെ പറഞ്ഞിരിക്കുക. എന്തുവാന്ന് ആരോടാ പറയുന്നത്? ഇപ്പറ വലിയൊരു ഇരിപ്പുണ്ടോ? അപ്പൊ ശ്രദ്ധിക്കുക, ഭാര്യ, ഭർത്താവ്, പിതാക്കന്മാർ, മക്കൾ, ദാസൻ, യജമാനൻ, സകല ആൾക്കാരുടെ ദൂത് പറഞ്ഞേച്ച് 10ാമത്തെ വാക്യത്തിൽ പറയുകയാ, ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിൽ എന്ന് പറഞ്ഞാൽ കുടുംബജീവിതം ഭദ്രമായി പോകണമെങ്കിൽ ഭാര്യയും ഭർത്താവും കർത്താവിന്റെ ആത്മാവിൽ ബലപ്പെടണം. നിന്റെ മക്കൾ നിന്നോട് നല്ല രീതിയിൽ ഇടപെടണമെങ്കിൽ മാതാപിതാക്കളെല്ലാം കർത്താവിന്റെ ആത്മാവിൽ ബലപ്പെടണം. മാതാപിതാക്കൾ നല്ല നിലവാരത്തിൽ മക്കളോട് ഇടപെടണമെങ്കിൽ മക്കളെല്ലാം കർത്താവിന്റെ ആത്മാവിൽ ബലപ്പെടണം. ദാസന് യജമാനനും അവൻ നല്ല സഹവർത്തിത്വം പുലർത്തി പോകണമെങ്കിൽ രണ്ടു കൂട്ടരും ആത്മാവിൽ ബലപ്പെടണം. ഈ അന്ത്യകാലത്ത്, ഈ വല്ലാത്ത കാലയളവിൽ പ്രിയരെ, എനിക്ക് നിങ്ങൾക്കും ആവശ്യം കായബലമല്ല, പൊളിറ്റിക്കൽ ബലമല്ല, സാമുദായിക ബലമല്ല, നിന്റെ പണത്തിന്റെ തണ്ടും കൂഷ്കുമല്ല. നമുക്ക് ആവശ്യം ആത്മബലമാണ്. ദൈവാത്മാവിന്റെ ശക്തി ഏറ്റെടുക്കണം. ഇവിടെ എഫെസോസിലുള്ളവരോട് പൗലോസ് പറയുകയാ, ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിന് ശക്തി. ഇത് പറയാൻ കാരണം പറയാം, അത് പെട്ടെന്ന് പറഞ്ഞങ്ങ് നിർത്താം. പൗലോസിന്റെ 3ാമത്തെ മിഷണറി യാത്രയില്ല എഫെസോസ് സഭ ആരംഭിക്കുന്നത്. 2ാമത്തെ യാത്രയിൽ വന്നു. അവിടെ അവരെ കണ്ടാൽ പറഞ്ഞു, കുറച്ച് നാൾ പാർക്കാൻ പറഞ്ഞു. പൗലോസ് പറഞ്ഞു, ഇപ്പോ ഒക്കത്തില്, ദൈവം അനുവദിച്ചാൽ പിന്നെ വരാന്ന്. പൗലോസ് അങ്ങ് പോയി. പൗലോസ് പോയി കഴിഞ്ഞപ്പോൾ അവിടെ എഫെസോസിൽ ഒരു സഹോദരൻ വരുന്നു, അപ്പൊല്ലോസ്. അപ്പൊല്ലോസിനെ പറ്റി വായിക്കുന്നത്, ഇവന് വചനത്തിന്റെ ആഴവും പഠനവും ഒന്നും വലുതായിട്ട് അറിയത്തില്ലെങ്കിലും ആത്മാവിൽ എരിവുള്ളവന്. നല്ല എരിവാ. ഈ ചില സഭകളിലും ചില ഇടങ്ങളിൽ ചെന്ന ചിലക്ക് ഭയങ്കര എരിവാ, പക്ഷെ വചനമൊന്നും അറിയത്തില്ല. ചിലക്ക് നല്ലതുപോലെ വചനം അറിയാം, പക്ഷെ യാതൊരു എരിവുമില്ല. രണ്ടു കൂട്ടരും ഉണ്ട്. ചിലക്ക് ഭയങ്കര എരിവാ, വേദപുസ്തകം വായിക്കത്തേ ഇല്ല. വചനം പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ ഉറങ്ങുന്ന കാണാം, ഭയങ്കര എരിവാ. അത് ശരിയാകുകയല്ല. ഈ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ഉറങ്ങുകയും തമ്പേർ അടിക്കുമ്പം ഉണരുകയും ചെയ്താൽ അത് പരുവക്കേടാണ്. അപ്പൊ ചിലർക്ക് നല്ല എരിവാ, പക്ഷെ വചനം അറിയത്തില്ല. എന്നാൽ വേറെ ചില ഗ്രൂപ്പുകാരുണ്ട്, വചനം നല്ലതുപോലെ അറിയാം. ഒരു വാക്യം എടുത്താൽ അതിനെ 8ആയിട്ട് കീറി, ആ കീറിയ ഒന്നിനെ 4ആയിട്ട് കീറി, 4ആയിട്ട് കീറി ഒന്നിനെ എടുത്ത് 2ആയിട്ട് കീറി, 2ആയിട്ട് കീറിയതിനെ 3 പോയിന്റ് ഉണ്ടാക്കി. നല്ലതാ, പക്ഷെ യാതൊരു എരിവും പുളിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? പാട്ട് പാടുമ്പം ഒരനക്കവും ഇല്ലാതല്ലേ പാടുന്നേ? കമ്പിവടി നിൽക്കും പോലെ. ഇത് രണ്ടും പരുവക്കേടാ. നമുക്ക് ആത്മശക്തിയും വേണം, ദൈവവചനത്തിന്റെ തിട്ടവും വേണം. അപ്പൊ ഈ അപ്പൊല്ലോസ് ആത്മാവിൽ നല്ല എരിവുള്ളവനാ, പക്ഷെ വചനം അത്ര തിട്ടമില്ല. അതുകൊണ്ട് അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ അപ്പൊല്ലോസ് ഇവിടെ വന്നു. അപ്പൊല്ലോസ് വന്നു കഴിഞ്ഞപ്പോൾ യഹൂദന്മാരുടെ പള്ളി കയറി പ്രസംഗിച്ചു. ആ ശുശ്രൂഷയിൽ അക്കിലാവും പ്രിസ്കില്ലയും ഇരിപ്പുണ്ട്. ഇവന്റെ ശുശ്രൂഷയും പാഠവും കണ്ടപ്പോൾ അക്കിലാവിനും പ്രിസ്കില്ലയ്ക്കും പിടികിട്ടി ഇവൻ കർത്താവിൽ പ്രയോജനപ്പെടും. അവനെ ചേർത്തുകൊണ്ട് ഉപദേശം പഠിപ്പിച്ചു. അങ്ങനെ ഇവൻ മിടുകനായി. ഞാൻ ദൈവമക്കളോടൊരു കാര്യം പറയാം, ഒരുവൻ പ്രയോജനപ്പെടുമെന്ന് കണ്ടാൽ അവനെ ചേർത്ത് നിർത്തണം. അതിന് സഭ നോക്കരുത്. അവൻ ചർച്ചക്കോട്, IPC, അസംബ്ലീസ് കോഡ്, ഷാരോന, TPM, ബ്രദറാ, ഇവാഞ്ചലിക്കൽ, അതൊന്നും നോക്കരുത്. ഒരുവൻ കർത്താവിൽ പ്രയോജനപ്പെടുമെന്ന് കണ്ടാൽ നിന്നാലാവും വിധം കൈത്താങ്കൽ കൊടുക്കണം. സഭയുടെ ലേബൽ നോക്കി അല്ല കൈത്താങ്കൽ കൊടുക്കേണ്ടത്. അവൻ കർത്താവിൽ പ്രയോജനമുള്ളവനാകണം. സ്തോത്രം. ഇതങ്ങനല്ലല്ലോ. എല്ലാം ഇപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയായി ചെയ്യുന്നത്. എന്നാൽ ഇവരെ നല്ല മാതൃകയാ. ഇവൻ കർത്താവിൽ പ്രയോജനമുള്ളവനായി തീരുമെന്ന് കണ്ടപ്പോൾ അവനെ ചേർത്ത് നിർത്തി ഉപദേശങ്ങൾ പഠിപ്പിച്ചു. അങ്ങനെ അപ്പൊല്ലോസ് മിടുക്കനായി.
ഇനി നമ്മൾ 19-ാം അധ്യായം പഠിക്കുമ്പോൾ അപ്പല്ലോസ് കൊരുതിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി. അവിടെ കുറച്ച് ശിഷ്യന്മാരെ കണ്ടു. അവർ കണ്ടുടനെ ഇവരുടെ ഇരിപ്പും എല്ലാം കണ്ടപ്പോൾ മനസ്സിലായി ഇവര്, ഞാൻ എൻ്റെ ശൈലി പറയാം, ദൈവമക്കളാ. അപ്പം പൗലോസ് ചോദിച്ചു, നിങ്ങളെല്ലാം, എൻ്റെ ഭാഷയിൽ പറയുകയാണേ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ? അവർ പറഞ്ഞു, അയ്യോ ഞങ്ങളെ കണ്ടാൽ അറിയാൻ മേൽ. നിങ്ങളെല്ലാം വിശ്വാസത്തിലാണോ, വിശ്വാസികളാണോ ചോദിച്ചു. അയ്യോ പിന്നെ അതെ, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? ഉടനെ അവർ പറയാ, ഉണ്ടെന്ന് പോലും ഞങ്ങള് കേട്ടിട്ടില്ല. എന്നാ തമ്പയർ എടുത്തോന്നാന്നോ പറഞ്ഞേ? മുഴുത്തൊരു തമ്പയർ എടുത്ത് അടിക്കാനായുള്ളൊരുത്തിനെ വിളിയടാ നമുക്ക് ഇപ്പൊ തന്നെ എല്ലാത്തിനെയും. പൗലോസ് ഉടനെ തിരിച്ചു വെച്ച്, നിങ്ങളുടെ സ്നാനം ഏതായിരുന്നെന്ന്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സ്നാനം ചോദിച്ചു. കാരണം കുറഞ്ഞ പക്ഷം മറുവശമാ, സ്നാനക്കടവിൽ വെച്ചെങ്കിലും പരിശുദ്ധാത്മാവെന്ന് കേൾക്കണം. മനസ്സിലായോ? അതുകൊണ്ടാ യേശുവിന്റെ നാമത്തിൽ മുങ്ങരുതെന്ന് ഈ പറയുന്നേ. യേശു പഠിപ്പിച്ച ഉപദേശം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. അതാ ചോദിച്ചത്, നിങ്ങൾ പരിശുദ്ധാത്മാവെന്ന് ഉണ്ടെന്ന് പോലും കേട്ടിട്ടില്ല, സ്നാനം ഏതാ? ചുരുക്കി പറഞ്ഞാൽ ആ ഭാഗം നിങ്ങൾ ചേർത്ത് പഠിച്ചാൽ ഇവരെ ഉപദേശം പഠിപ്പിച്ച് കാര്യങ്ങളെല്ലാം പഠിപ്പിച്ച് തിട്ടമാക്കി അവരുടെ തലേ കൈവച്ച് പ്രാർത്ഥിച്ചു. അവരെല്ലാം ആത്മസ്നാനം പ്രാപിച്ച് അന്യഭാഷ പറഞ്ഞ് ദൈവത്തെയും മഹത്വപ്പെടുത്തി. അപ്പൊ ഇതിന്റെ മറുവശം പറയാൻ നിന്നിട്ടില്ല. എന്ത് മറുഭാഷ? നിനക്ക് കിട്ടിയില്ലെന്നല്ലാതെ ഇത് നിന്നിട്ടില്ല. നിനക്ക് കിട്ടിയില്ല, അതിന് കിടന്ന് അരിശം കയറി ആവശ്യമില്ലാത്ത പറയരുത്. നിനക്ക് കിട്ടിയില്ല, ഇത് ആരുടെയും കുത്തകയല്ല. ദൈവത്തോട് നീ പ്രാർത്ഥിച്ച് ദൈവം തരും. ഇത് തർക്കിക്കേണ്ട സമയമൊന്നും അല്ലിത്. വേറെ എന്തെല്ലാം വിഷയങ്ങൾ കിടക്കുന്നത്. സ്തോത്രം. ഇത് തർക്കിക്കേണ്ട സമയമല്ല. ഇത് ആരുടെയും കുത്തകയല്ല, ആരുടെയും കുടുംബസ്വത്തുമല്ല, ദൈവത്തിന്റെ ദാനമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വാശി വൈരാഗ്യത്തോടെ പ്രാർത്ഥിച്ച് ദൈവം തരും. ഇത് തന്നെ ഒരു സഭക്കാരുടെ സ്വന്തം വന്നു. എന്തായാലും കൊള്ളാം, ഇവർ ആത്മസ്നാനം പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. എല്ലാവരും കൂടെ ഏകദേശം 12ഓളം പുരുഷന്മാരുണ്ട്. അങ്ങനെയാണ് എഫെസോസ് സഭ ആരംഭിച്ചത്. കർത്താവിലും അവന്റെ അമിതബലത്തിൽ ശക്തിപ്പെടാൻ പറയാനുള്ളതിന്റെ ഒരു കാരണം, ഈ എഫെസോസ് സഭ ആരംഭിക്കുന്നത് പോരാട്ടങ്ങളുടെ നടുവിലാണ്. നിങ്ങൾ തിരുവചനം മൊത്തം പരിശോധിച്ചോ, സഭ തുടങ്ങിയതെല്ലാം പോരാട്ടത്തില. പെന്തിക്കോസ്തിന്റെ ആരംഭ സമയവും പോരാട്ടങ്ങളാ. കല്ലുവാരി എറിഞ്ഞിട്ടുണ്ട്, വേറെ പുസ്തകം പറിച്ച് കീറിയിട്ടുണ്ട്, ഉപദേശിമാരെ എത്ര എണ്ണത്തിനെ അടിച്ചിട്ടുണ്ട്. പക്ഷെ ഈ മാർഗത്തിന് ഒരു മങ്ങലും വന്നിട്ടില്ല. ആമെ അടികൊണ്ടെടുത്തും പ്രശ്നമുണ്ടായിടത്തെല്ലാം ഈ നാമം മഹിമപ്പെട്ടിട്ടേ ഉള്ളൂ. അപ്പൊ ആരംഭ സമയത്ത് ഇവിടെ പ്രശ്നമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പൗലോസ് ഈ ഇവരുടെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. ഇവരെല്ലാം ആത്മസ്നാനം പ്രാപിച്ചു 12ഓളം പുരുഷന്മാർ. ഒടുവിൽ ഇവര് പൗലോസിന്റെ കയ്യാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ദേശത്ത് നടന്നു. വരുന്നവർക്കെല്ലാം സൗഖ്യം, രോഗികൾ എത്ര വന്നാലും അവർക്കെല്ലാം പൂർണ്ണ വിടുതൽ. പൗലോസിന്റെ ദേഹത്ത് ഉത്തരീയവും റൂമാലും ഒക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് രോഗിയുടെ മേൽ കൊണ്ടിട്ടാൽ അന്ന് തന്നെ സൗഖ്യമാണ്. ഇപ്പോഴത്തെ രോഗശാന്തി പോലൊന്നുമല്ല. ഇപ്പോഴത്തെ രോഗശാന്തി വരപ്രാപ്തന്മാർ അവർ തന്നെ ആശുപത്രിയിൽ നിന്ന് മരുന്നെടുത്തോണ്ടിരിക്കുക. പിന്നെ വരുന്നവർക്ക്, അവന്റെ ഭാര്യയ്ക്ക് പെമ്പിളയ്ക്ക് അസുഖമായിട്ടപ്പോൾ അന്നേരം കൊണ്ടുപോയി ഭാരതില് വെറുതെ നിന്ന് മേരിയെ തള്ളി തറയിലിടുകയും ചെയ്തു. അല്ല, നിങ്ങൾ ശ്രദ്ധിച്ചേ, മേരി തറയിൽ കിടക്കുന്ന അവൻ്റെ ഭാര്യയായിട്ട് ഭാരതിലും പോയി. അന്ന് ഈ രോഗശാന്തി വരപ്രാർത്ഥന അവിടെ തലയിലോട്ടം കൈ വെച്ച് ശാസിച്ചാൽ പോരെ, അവൾ വെപ്പിക്കും മിക്കവാറും. അവൾക്ക് നിന്നെ നല്ലതുപോലെ അറിയാം നീ ആരാന്ന്. അത് അവള് തലയെ കൈ വെപ്പിക്കാതെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പൗലോസിന്റെ ശരീരത്തെ ഉത്തരീയ റൂമാലും കൊണ്ടിട്ട് രോഗികളുടെ മേൽ കൊണ്ടിട്ട് അന്നേരം സൗഖ്യം. ചുരുക്കി പറഞ്ഞാൽ എഫെസോസിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുക. എഫെസോസിന്റെ ഒരു പ്രത്യേകത നല്ലൊരു പ്രകൃതി. ഈ കർത്താവിലും അവന്റെ അമിതബലത്തിൽ ശക്തിപ്പെടാൻ പറയാനുള്ളതിന്റെ ഒന്നാമത്തെ കാരണം, മന്ത്രവാദികളുടെ ഈറ്റില്ലമായ എഫെസോസ് പട്ടണം. മന്ത്രവാദികളുടെ ഈറ്റില്ലമാണ് എഫെസോസ് പട്ടണം. അവിടെ മന്ത്രവാദികളെ പറ്റി പറഞ്ഞ യഹൂദന്മാര് വരെ അവിടെ മന്ത്രവാദികളാ. അപ്പോൾ മന്ത്രവാദം കൊടികൊത്തി വാടുന്ന പട്ടണമാണ് എഫെസോസ് പട്ടണം. ആ പട്ടണത്തിൽ ആ സഭ തുടങ്ങിയത്. അതുകൊണ്ട് ആ സഭയോട് പറഞ്ഞത്, ഒടുവിൽ കർത്താവിലും അമിതബലത്തിലും ശക്തിപ്പെടണം. മന്ത്രവാദവും ആഭിചാരവും ശുദ്ധപ്രയോഗവും തന്ത്രങ്ങളും വർദ്ധിക്കുന്ന ഈ കാലയളവിൽ ദൈവമക്കളോട് ഇന്ന് രാത്രി അറിയിപ്പാനുള്ള ആത്മിക സന്ദേശം, നീ ഉഴപ്പ് നടക്കാതെ ആത്മാവിൽ ബലപ്പെടുക.
മന്ത്രവാദികളുടെ ഈറ്റില്ല. അവിടെ വായിക്കുന്നത് യഹൂദന്മാർ വരെ മന്ത്രവാദികളാണ്. ആ 19-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം വായിച്ച് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ മന്ത്രവാദികൾ യഹൂദന്മാർ വരെ മന്ത്രവാദിയാണ് വായിച്ചേ. എന്നാൽ ദേശാന്തരികളെ നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ, എന്നാൽ ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ. അപ്പോൾ വചനം പഠിക്കുന്നവർക്കറിയാം, എഫെസോസുകാരോട് പറയുക, കർത്താവിലും അമിതബലത്തിലും ശക്തിപ്പെടണം. അത് പറയാൻ കാരണം മന്ത്രവാദികളുടെ ഈറ്റില്ലമായ എഫെസോസ് പട്ടണം. ആ പട്ടണം യഹൂദന്മാര് വരെ മന്ത്രവാദിയാ. യഹൂദന്മാര് മന്ത്രവാദിയാണ്. പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയാൻ പറ്റും. യഹൂദൻ പ്രമാണമുള്ളവനാ. റോമാലേഖനം 9-ാം അധ്യായത്തിന് 3-ാം വാക്യം പഠിക്കുമ്പോൾ ന്യായപ്രമാണവും വാക്തത്വവും പിതാക്കന്മാരും കൽപ്പനയും ചാട്ടവും അല്ല അവർക്ക് മാത്രം. പിതാക്കന്മാരും അവർക്ക് ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നാ. പുറപ്പാട് പുസ്തകവും ആവർത്തനം വായിക്കുമ്പോൾ ദൈവത്തിന്റെ സമ്പത്താ, ദൈവത്തിന്റെ പ്രത്യേക ജനമാ, ദൈവത്തിന്റെ സ്വന്തം ജനമാ. അതാ യഹൂദൻ. ഇങ്ങനെയുള്ള യഹൂദൻ വരെ മന്ത്രവാദം ചെയ്യാം. അപ്പൊ പിന്നെ മറ്റുള്ളവന്റെ കാര്യമോ? നിങ്ങൾ നിയന്ത്രിച്ചേ. ഇപ്പൊ അക്രൈസ്തവരായ ആൾക്കാര് കേസും കോടതിയും മഴക്കുമായിട്ട് നിർത്തി. അവർ പറഞ്ഞു നമുക്ക് ക്രിസ്ത്യാനികളുടെ കൂടെ പോയി പ്രാർത്ഥിക്കാം. അവര് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാ, ക്രിസ്ത്യാനികളാ, ദൈവമക്കളാ. അപ്പൊ ക്രിസ്ത്യാനി അല്ലാത്ത ഇതര മതസ്ഥൻ, ഇതര വിഭാഗത്തിൽപ്പെട്ട ആള് വർഷങ്ങളായിട്ട് കേസും കോടതിയും നടത്തി അവര് പരുവക്കേടായി. അവസാനം അവരൊരു തീരുമാനത്തിൽ വന്ന് നമുക്ക് ക്രിസ്ത്യാനികളുടെ കൂടെ പോയി പ്രാർത്ഥിക്കാം. ഇനി എന്റെ ശൈലി പറഞ്ഞാൽ പെന്തിക്കോസുകാരുടെ കൂടെ പോവാം. എന്നാൽ അവരിങ്ങോട്ട് പ്രാർത്ഥിക്കാൻ വന്നപ്പം റോഡിൽ കടന്ന് വഴക്കുണ്ടാക്കുന്നു. ആരാ? ഓർത്തഡോക്സും യാക്കോബായും. മനസ്സിലാകുന്നുണ്ടോ? അവരതെല്ലാം നിർത്തി ഇങ്ങോട്ട് വന്നതാ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പം IPCയും ചർച്ചോടും കൂടെ പാടില്ലെന്നായി പറഞ്ഞത്. യഹൂദന്മാര് വരെ മാതൃകയായിട്ട് ജീവിക്കേണ്ട നീ മന്ത്രവാദം ചെയ്താൽ മാതൃക ഇല്ലാത്തവന്റെ കാര്യം പറയണോ? യഹൂദന്മാര് വരെ മന്ത്രവാദി. മാത്രമല്ല, 1-2 മന്ത്രവാദിയല്ല, അനേകം മന്ത്രവാദി ഉണ്ടെന്ന 19-ാം വാക്യം പെട്ടെന്ന് വായിച്ചേ. 19. ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും, ആ ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും. അപ്പൊ ഒന്നല്ല, അനേകം ക്ഷുദ്രപ്രയോഗം ചെയ്യുക പലരും. ഇനി അടുത്തത് തങ്ങളുടെ പുസ്തകങ്ങളെ അപ്പൊ പുസ്തകം വെച്ച് പഠിച്ച മന്ത്രവാദികളാ. അപ്പൊ എഫെസോസുകാരോട് പറയുക, കർത്താവിലും അമിതബലത്തിലും ശക്തിപ്പെടണം. പറയാൻ കാരണം മന്ത്രവാദികളുടെ ഈറ്റില്ലത്തിലാ സഭ തുടങ്ങിയത്. ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ, ജയിച്ചു കയറണമെങ്കിൽ, ബലപ്പെട്ടു പോകണമെങ്കിൽ സ്വയശക്തി കൊണ്ടോ കായബലം കൊണ്ടോ പല പൊളിറ്റിക്കൽ ബലം കൊണ്ടോ ഒന്നും രക്ഷപ്പെടുകയല്ലെന്ന്. ആത്മശക്തി ഏറ്റെടുക്കണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സകല ദൈവമക്കളോട് എനിക്കറിയിപ്പാനുള്ള ആത്മീക സന്ദേശം, നീ ആത്മാവിൽ ബലപ്പെടണം.